pack a gift for my cousin. ഐറ്റംസ് ഒക്കെ കണ്ടിട്ടാകുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവില്ലേ. ഒരു സ്മോൾ ഡയറിയും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സുമാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ ഒരു ഷാർപ്നറും ഇറേസറും. അവളെ മൈൻഡ് ഒന്ന് ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്ററും ഉണ്ട്. ഇതൊക്കെ ഇടാനൊരു ബോക്സ് വേണ്ടേ, അതിനെപ്പറ്റി ഞാൻ കുറേ സമയം പോയി. ഒരു ബോക്സ് കിട്ടി, ബട്ട് അത് എനിക്ക് അങ്ങനെയല്ലായിരുന്നു വേണ്ടത്. സോ ഞാൻ അതൊന്ന് കട്ട് ചെയ്തെടുത്തു. ആൻഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഈ ഒരു ഗിഫ്റ്റ് ഐഡിയ യൂസ്ഫുൾ ആവുമെന്ന്. ഐഡിയക്ക് നല്ലതാണ്. ടിയർ ആക്കാനും സ്റ്റിക്ക് ആക്കാനും നേരെ അറിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് നിങ്ങൾക്ക് ഇതാക്കാൻ പറ്റും. ആ കളർ വേണ്ട, നമുക്ക് ഇങ്ങനെ നാക്കിയെടുക്കാം. കാരണം നിങ്ങൾക്ക് കാണിച്ചാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അതൊരു സ്വിച്ചിൻ്റെ ബോക്സ് ആയിരുന്നു. സോ അങ്ങനെ ഇട്ട് കൊടുത്താൽ എന്താവും എന്ന് നമുക്കതിലേക്ക് കുറച്ച് മെമ്മറിയബിൾ റൈറ്റിങ്സ് ഒക്കെ എഴുതി കൊടുക്കാം. എന്ത് വേണമെങ്കിലും എഴുതട്ടോ നിങ്ങൾക്ക്. മേ അല്ലാ ബ്ലെസ് യു, മേ ഗോഡ് ബ്ലെസ് യു, അങ്ങനെയൊക്കെ. ആൻഡ് ദിസ് ഇസ് മോർ എക്സൈറ്റിംഗ് പാർട്ട്. നമ്മൾ സാധനമില്ലേ അതൊന്ന് ഇതിലേക്ക് ഇടാം. നിങ്ങളെന്താ കൊടുക്കുന്നേ അതിട്ടാൽ മതി കേട്ടോ. നിങ്ങളെന്താണ് കൊടുക്കുന്നത് അതിട്ടാൽ മതി. ഞാൻ ഡയറി വെച്ചു. ഡയറി വെച്ചതിന് ശേഷം സ്റ്റിക്കേഴ്സ് വെച്ചു. 4 സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. 2 സ്റ്റിക്കേഴ്സ് ആക്കിയിട്ട് ഞാൻ റോളാക്കിയിട്ട് ഇട്ടതാണ്. ആൻഡ് കളർ പേപ്പർ അതിൻ്റെ മിഡിലേക്കൊന്ന് സ്റ്റിക്ക് ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. റോളിലേക്ക് ഒരു കവറിങ് പോലെ ആക്കാൻ വേണ്ടിയിട്ട്. റോളാക്കിയിട്ടാകുമ്പോൾ ഈ സ്റ്റിക്കറൊന്നും ഞാൻ നിൽക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ സ്റ്റിക്കൊക്കെ ആക്കിയത്. സ്റ്റിക്കൊക്കെ കുറച്ചൊക്കെ പ്രഷർ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇറേസറും ഷാർപ്നറും ഇട്ട് കൊടുക്കാം. ആൻഡ് ലെഫ്റ്റ് ഓവർ പേപ്പേഴ്സില്ലേ അതൊന്ന് ചുരുട്ടിച്ച് ഇങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചാൽ ബോൾസ് പോലെ ആക്കി കൊടുക്കാനാണ്. നമ്മൾ വേണ്ട പേപ്പേഴ്സിനൊക്കെ ഒന്ന് ചുരുട്ടൂലേ, അങ്ങനെ ആക്കി കൊടുത്താൽ മതി. ആൻഡ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം. ഇപ്പോൾ ഓരോരോ പേപ്പേഴ്സൊക്കെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ കുറച്ച് സാധനം ഉണ്ടായിരുന്നു, എന്തെന്ന് എനിക്കറിയില്ല അതിൻ്റെ പേര്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു റൈറ്റ് അവർ ലെറ്റർ. ലെറ്റർ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഞാനിപ്പോൾ പറയുന്നു. ഇതും നമ്മൾ സ്റ്റിക്കർ റോളാക്കി കൊടുത്ത പോലെ തന്നെ റോളാക്കി കൊടുക്കാം. റോളാക്കിയ ശേഷം സെലോ ടൈപ്പാണ് ഞാൻ ഇതിലേക്ക് സ്റ്റിക്കാക്കി കൊടുക്കുന്നത്. എന്ന് നമുക്ക് ഇതൊരു സൈഡ് വെച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു സൈഡ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. കാണുന്ന സൈഡാണെന്നുള്ളൂ. ഫസ്റ്റ് ഞാനൊരു സൈഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സൈഡ് അങ്ങനെ നേരെ കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ മറ്റേ സൈഡ് വെച്ചു. അവിടെ ആകുമ്പോൾ കുറച്ച് സ്പേസും ഉണ്ടായിരുന്നു. ആൻഡ് ദ ഫൈനൽ ഔട്ട്പുട്ട് ഗോസ് ലൈക്ക് ദിസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്യാം. ഡയറിയും ആ റോൾ ചെയ്ത സ്റ്റിക്കറായിരുന്നു ഇതിലെ ഹൈലൈറ്റ്. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ.